സുരേഷ് ബാബു സാർ, താങ്കളോടുള്ള എല്ലാ ബഹുമാനവും വെച്ച് ചോദിക്കട്ടെ, ഹൈന്ദവ സമൂഹത്തെ എന്തിനാണ് ഇങ്ങനെ നിരന്തരം ആക്ഷേപിക്കുന്നത്, അധിക്ഷേപിക്കുന്നത്? ഹൈന്ദവ സമൂഹത്തിൻ്റെ പ്രതിനിധിയായതുകൊണ്ടല്ലേ തന്ത്രിയെ പെരുങ്കള്ളൻ എന്ന് വിളിക്കാൻ എം.വി. ഗോവിന്ദന് നാക്ക് പൊങ്ങിയത്? ഞാൻ നേരത്തെ അഡ്വക്കേറ്റ് അനിൽ വിളയിലിനോട് ചോദിച്ചതുപോലെ ഇവിടെ ഒരു ഇമാമോ അല്ലെങ്കിൽ ഒരു ബിഷപ്പോ ആണ് പ്രതിസ്ഥാനത്തുള്ളതെങ്കിൽ ഇത്തരമൊരു പ്രയോഗം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുമോ? താങ്കൾക്ക് അങ്ങനെ ഒരു പ്രയോഗം, അങ്ങനെ ഒരു പരാമർശം എം.വി. ഗോവിന്ദൻ നടത്തുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? നമ്മളിതിനെ എല്ലാം ഈ BJP അല്ലെങ്കിൽ അതുപോലെയുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾ വരുമ്പോൾ അവർ പൊതുരംഗത്തേക്ക് വരുന്നതോടുകൂടി തന്നെ എല്ലാത്തിൻ്റെയും ഇടയിൽ ഒരു ജാതി മത സംസർഗത്തെക്കുറിച്ചുള്ള ഒരു വ്യാഖ്യാനങ്ങളാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ, ഒരു രാഷ്ട്രീയ സഖ്യം എന്ന നിലയിൽ ഇടത് ജനാധിപത്യ മുന്നണിക്ക് ഒരിക്കൽ പോലും അത് ഹിന്ദു വോട്ട്, മുസ്ലിം വോട്ട്, ക്രിസ്ത്യൻ വോട്ട് എന്ന നിലക്കുള്ള കാണുന്ന ഒരു സമീപനമില്ല. അവർ പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രാതിനിധ്യം അവകാശപ്പെട്ടുകൊണ്ട് തന്നെയാണ് ആ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ പൊതുപ്രവർത്തന രംഗത്തോ ആവിഷ്കരിക്കുന്നത്. ഹിന്ദുക്കളെ ഇങ്ങനെ വേർതിരിച്ച് കാണുന്നു എന്ന ഒരു നെറേറ്റീവ് ഉണ്ടാക്കാൻ അല്ല, അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒരു MP 300 ചില്ലാനമോ 200 ചില്ലാനമോ MP ലോക്സഭയിലുള്ള BJP പാർട്ടിക്ക് ഏതെങ്കിലും ഒരു MP മറ്റ് സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്ക്. അതൊക്കെ ഒരു വല്ലാത്തൊരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ അതിലേക്ക് തിരിച്ചു പോകരുത് എന്നാണ് നമ്മുടെ ബാല്യകാലം, അങ്ങയുടെയും എൻ്റെയും ബാല്യകാലം നമ്മളെ പഠിപ്പിച്ചത്. അതിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സാമൂഹ്യ ക്രമമാണ് ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിച്ച വർഗീയവാദി, നിലവിലുള്ള ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിച്ച വർഗീയവാദി. അതേസമയം ഇവിടുത്തെ മുസ്ലിമിനും അതുപോലെ ക്രിസ്ത്യാനികൾക്കും വേണ്ടി വാദിച്ചു കഴിഞ്ഞാൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ആൾ. അത് നിങ്ങളായിട്ടുണ്ടാക്കിയതല്ലേ? ഇവിടുത്തെ ഇടതുമുന്നണിയും വലതുമുന്നണിയുമല്ലേ അങ്ങനെ ഒരു 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 സാഹചര്യം തന്നെ ഇവിടെ സൃഷ്ടിച്ചത്? അല്ല എന്ന് പറയാൻ പറ്റുമോ താങ്കൾക്ക്? താങ്കൾ രാഷ്ട്രീയത്തെ ഇടതുപക്ഷത്തിൻ്റെ കണ്ണിലൂടെ നോക്കാതെ താങ്കൾ നിഷ്പക്ഷമായിട്ടൊന്ന് നിരീക്ഷിക്കുക. അങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കിയതാരാ? അല്ല, ഇവിടെ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് അതിനകത്ത് ഇങ്ങനെ ഒരു ഏതെങ്കിലും ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഹിന്ദുക്കളെ അവഗണിച്ചുകൊണ്ട് ഏതെങ്കിലും നമ്മൾ അങ്ങനെ ചിന്തിക്കുക, ഏതെങ്കിലും തലമണ്ടയിൽ പാർപ്പുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് ഹിന്ദു വിഭാഗത്തിനെ ആന്റഗണൈസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്താൽ അവരെവിടെ കിടക്കും? 80% ജനസംഖ്യയുള്ള ഒരു വിഭാഗത്തിനെ കേരളത്തിൽ എന്താണ്? കേരളത്തിൽ എന്താണ്? കേരളം പല സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിൽ വളരെ മുന്നിലാണ്. അത് നമ്മൾ സമ്മതിക്കണം, എല്ലാവർക്കും സമ്മതിക്കാം. അത് BJPക്കും സമ്മതിക്കാം. കാരണം അതിനകത്ത് കേരളത്തിൽ ജീവിക്കുന്ന BJPക്കാർക്കും ആ കാര്യത്തിൽ അഭിമാനിക്കാവുന്നതാണ്. കേരളം മുന്നിലാണെന്നുള്ളത്. ആ മുന്നിലുള്ള കേരളത്തിൽ നമ്മളെന്താ പറയുന്നത്? കേരളത്തിൽ 1:1:1 ആയിട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു 1:1 1:1 അങ്ങനെ 3 പ്രധാനപ്പെട്ട സമുദായങ്ങളിലെ മതങ്ങൾ ഒരുമിച്ച് സമരസത്തോടുകൂടി ഈ ഒരു സംഘർഷമില്ലാതെ ജീവിക്കുന്ന ഒരു സാഹചര്യത്തെ ഇങ്ങനെ ഒരു അപരത്വം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പരിശ്രമം നടത്തുന്നത് കൊണ്ടല്ലേ ഇത്തരം കാര്യങ്ങൾക്ക് പരാമർശം ഉണ്ടാകുന്നത്? എന്തിനാണ് ഇങ്ങനെ ഒരു അപരത്വം ഉണ്ടാക്കുന്നത്? ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടിനെ ഘടകകക്ഷിയുടെ നേതാവെന്ന നിലയിൽ താങ്കൾ M.V. ഗോവിന്ദനോട് ചോദിക്കൂ, ആരാണ് ഇവിടെ അപരമത വിദ്വേഷം ഉണ്ടാക്കുന്നത്, വളർത്തുന്നത് ആരാ? താങ്കൾ നിഷ്പക്ഷമായി ചിന്തിച്ചിട്ട് പറ, ആരാണ് ഇവിടെ അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്നത്? അതിന്റെ ഭാഗമായിട്ടല്ലേ M.V. ഗോവിന്ദന്റെ ഈ പ്രസ്താവനയെ പരാമർശത്തെ കാണേണ്ടത്? അതിന്റെ ഭാഗമായിട്ടല്ലേ തന്ത്രിയെ അപമാനിച്ചത്? അതിന്റെ ഭാഗമായിട്ടല്ലേ കാണേണ്ടത്? അതുകൊണ്ടല്ലേ ഞാൻ താങ്കളോട് ആവർത്തിച്ച് ചോദിക്കുന്നത്. ഒരു ഇമാമാണെങ്കിൽ, ഒരു ബിഷപ്പാണെങ്കിൽ M.V. ഗോവിന്ദൻ ഇതുപോലെ പെരുങ്കള്ളെന്ന് വിളിക്കുകയോ? വിളിക്കില്ല സാർ. അതിനുള്ള ചങ്കൂറ്റം ഗോവിന്ദനില്ല. ഗോവിന്ദൻ എന്നല്ല ഒരു നേതാവിനും ഇല്ല, ഇടതുമുന്നണി നേതാവിനും ഇല്ല.
ഈ പരാമർശത്തിൻ്റെ മുകളിൽ അങ്ങനെ ഒരു നെറേറ്റീവ് താങ്കൾ ഉണ്ടാക്കുകയാണ്, താങ്കൾ സൃഷ്ടിക്കുകയാണത്. അങ്ങനെ ഒരു നെറേറ്റീവ് ഇത്തരം ദുർബലമായ അല്ലെങ്കിൽ ചെറിയ ഒരു അത്തരം ഒരു ഇവിടെ ചർച്ചയിലൂടെ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും അല്ലേ? അല്ലാതെ പറയാൻ പറ്റുമോ? അല്ലാതെ പറയാൻ പറ്റുമോ? കാരണം നിങ്ങൾക്ക് ഈ ന്യൂനപക്ഷ പ്രീണനം നടത്തിയാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്ന് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ തിരിച്ചറിയുന്നു. അവർക്ക് എന്ന് റിയലൈസേഷൻ ഉണ്ടാവുന്നോ അന്ന് നിങ്ങളുടെ ബേസ് തന്നെ പൊളിഞ്ഞു പോവും, നിങ്ങളുടെ അടിത്തറ ഇളകും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ഭിന്നിപ്പിച്ച് ഭരിക്കണം. അതാണ് നിങ്ങളുടെ സ്ട്രാറ്റജി, അതാണ് നിങ്ങളുടെ സിദ്ധാന്തം. ഒന്നെന്നെ പറയാൻ അനുവദിക്കൂ ഒരു മിനിറ്റ്. വർഗീയതയും മതരാഷ്ട്രീയവും രണ്ടാണ്. എൻ്റെ വീക്ഷണത്തിൽ വർഗീയത എന്ന് പറയുന്നത് മതരാഷ്ട്രവാദമല്ല, അല്ലെങ്കിൽ മതവാദവുമല്ല, ജാതിവാദവുമല്ല. ജാതിവാദവും മതവാദവും വർഗീയതയുമായി കൂട്ടിച്ചേർക്കേണ്ടുന്ന കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ വർഗീയത വർഗീയത എന്ന് പറയുന്നത് പൂർണ്ണമായും മതവാദത്തെയോ മതരാഷ്ട്രവാദത്തെയോ ജാതിവാദത്തെയോ ഒക്കെ വ്യത്യസ്തമാണ്, വിഭിന്നമാണ്. ഞങ്ങൾ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്നത് അതാണ്. അടിസ്ഥാനപരമായ വിശ്വാസം അതാണ്. മതത്തിനെക്കുറിച്ച് ആർക്കും പറയാം, ഒരു മതം രാജ്യത്തുണ്ടാകണമെന്നും ആ മതത്തിൻ്റെ രാഷ്ട്രമായി മാറണമെന്നും ഒക്കെ ആഗ്രഹിക്കാം. അതൊരു വർഗീയതയല്ല, മറിച്ച് ആ മതരാഷ്ട്രവാദത്തിന് വേണ്ടി അല്ലെ മതവാദത്തിന് വേണ്ടി ഇതര മതസമൂഹത്തെ, ഇതര ജാതി സമൂഹത്തെ ഒരു തരത്തിൽ സാമൂഹ്യ ഛിദ്രജീവികളെ പോലെ കാണുന്നതാണ് വർഗീയത. ആ വർഗീയത ഉപയോഗിക്കുന്നത് ആരാണ് എന്ന് ആത്മപരിശോധന നടത്തിയാൽ മതി. അതുകൊണ്ടാണ് ഇത്തരം പരാമർശങ്ങൾ ഇടതുമുന്നണി നേതാക്കന്മാരിൽ നിന്നുണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, ആ ഒരു ചങ്കൂറ്റം മറ്റ് മത നേതാക്കളെ വിമർശിക്കാൻ ഗോവിന്ദനെ പോലുള്ളവരിൽ നിന്നുണ്ടാകുമോ എന്ന് ഒരിക്കലും ഉണ്ടാവില്ല. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, നമ്മളിനി എത്ര തർക്കിച്ചാലും കാര്യമില്ല. അതൊക്കെയാണ് ഇവിടെ എന്ന് കേരളത്തിലെ പൊതുസമൂഹം പതുക്കെയാണെങ്കിലും അവർ തിരിച്ചറിയുന്നുണ്ട്. താങ്കൾക്കും ഉത്തമ ബോധ്യമുണ്ട് എന്ന് എനിക്കറിയാം.